സ്വാമിജി വന്ന ആദർശിന് ചില പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്ന സമയത്ത് അനി സ്വാമിജിയോട് ചോദിക്കുന്നു തൻ്റെ ജാതകത്തിലും വല്ല പ്രശ്നമുണ്ടോ എന്ന്. അതെ, ചെറിയ പ്രശ്നങ്ങളെല്ലാം കാണുന്നുണ്ട്. ഇടയ്ക്ക് സാറ് വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു കല്യാണത്തിന് ശേഷം മോൻ്റെ ജീവിതം പൂരപ്പറമാണെന്ന്. ഇനിയും അതിനുള്ള സാധ്യതകളെല്ലാം കൂടി വരും. നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കണമെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു മോനെ നല്ലോണം ഒന്ന് ഉപദേശിക്കണം സ്വാമിജി. എന്ന് വെച്ചാൽ മോൻ്റെ ഭാര്യയോട് ഒട്ടും തന്നെ സ്നേഹമില്ല. ജയൻ പറയുന്നു അവൻ സ്നേഹിക്കുന്ന ഒരാളുണ്ടെന്ന്. സ്വാമിജി പറയുന്നുണ്ട് അങ്ങനെയെല്ലാം ചെയ്യാൻ തോന്നും. വെറുതെ ഒന്ന് റോഡിലൂടെ പോയി കഴിഞ്ഞാൽ എതിരെ വരുന്നവന് നമ്മളെ തല്ലണമെന്ന് തോന്നുന്ന സമയമാണെന്ന് പറയുന്നു. അപ്പോൾ അവൻ്റെ അച്ഛൻ അജയനാണെങ്കിൽ എടാ നന്ദു SI ആയി കഴിഞ്ഞാൽ പിന്നെ നിന്നെ നല്ലോണം പൂശു നോക്കിക്കോ. സ്വാമിജി പറയുന്നുണ്ട് ദേവ്യാനി വേണം താലം എടുത്ത് അമ്മയെയും കുഞ്ഞിനെയും അകത്തേക്ക് സ്വീകരിക്കാൻ. എനിക്കറിഞ്ഞ് പെൺകുട്ടിയുടെ അമ്മയ്ക്ക് ആ കുട്ടിയോട് വലിയ സ്നേഹമൊന്നുമില്ല. അതുകൊണ്ട് സ്നേഹമുള്ള ആരെങ്കിലും താലം എടുക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ദേവയാനി തന്നെ താലം എടുത്തോട്ടെ. മുത്തശ്ശനും അത് സമ്മതിക്കുന്നു. ഈ വീട്ടിലെ മൂത്ത മരുമകൾ ദേവയാനിയാണ്, അതുകൊണ്ട് അവൾ തന്നെ താലം എടുത്തോട്ടെ. അങ്ങനെ ഇപ്പോൾ നവ്യയും കുഞ്ഞും വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. അവരെല്ലാം അവരെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. അപ്പം മുത്തശ്ശൻ ദേവയാനിയോട് ആരതി ഒഴിഞ്ഞ് അവരെ അകത്തേക്ക് സ്വീകരിക്കാൻ പറയുന്നു. ജലജ ചോദിക്കുന്നുണ്ട് ഞാനാണല്ലോ അമ്മായി അമ്മ, അപ്പം ഞാനാണല്ലോ ഇത് ചെയ്യേണ്ടതെന്ന്. ദേവയാനിയോട് ചെയ്യാനാണ് സ്വാമിജി ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ദേവയാനി തന്നെ ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ എന്ന് ജലജയും പറയുന്നു. അങ്ങനെ ദേവയാനി സന്തോഷത്തോടെ തന്നെ ആരതി ഒഴിഞ്ഞ് നവ്യയെയും കുഞ്ഞിനെയും വീട്ടിലേക്ക് വരവേൽക്കുന്നു. സ്വാമിജിയും പൂജകളെല്ലാം ചെയ്ത് അമ്മയ്ക്കും കുഞ്ഞിനും അബിക്കും ആരതി ഒഴിയുന്നു. ആ സമയത്ത് വിളക്കാണെങ്കിൽ കെട്ടുപോകുന്നുണ്ട്. അത് നവ്യയ്ക്ക് വിഷമുണ്ടാകുന്നു. സ്വാമിജി ആണെങ്കിൽ ഒന്നുകൂടെ വിളക്ക് കത്തിച്ച് ആരതി ഒഴിയുന്നു. അതിനെല്ലാം ശേഷം സ്വാമിജി അബിയെ നോക്കി ചോദിക്കുകയാണ് എന്തെങ്കിലും മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ? കാറ്റുണ്ടെങ്കിൽ ആരതി അണയുക അത് സ്വാഭാവികമാണ്. പക്ഷെ ഇവിടെ അത്തരത്തിൽ ഒരു കാറ്റും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് പറയുന്നു. അമ്മയും കുഞ്ഞിനെയും ബാധിക്കുന്ന പോലെ എന്തെങ്കിലും മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അബി ഒന്നും മിണ്ടുന്നില്ല. സ്വാമിജിക്ക് ദക്ഷിണ കൊടുക്കുന്നു. സ്വാമിജി അവിടെ നിന്നും പോകുന്നുണ്ട്. അതിനുശേഷം നവ്യ ആണെങ്കിൽ അബിയോട് ചോദിക്കുന്നുണ്ട് എടാ എന്തെങ്കിലും നീ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാനായിട്ട് പറയുമ്പോൾ അങ്ങനെയൊക്കെ ഭ്രാന്താണ്, അങ്ങനെ ഒന്നും തന്നെ ഇല്ല എന്ന് അബി പറയുന്നു. ഇപ്പോൾ ജലജ പറയുന്നു ഒരാൾ മിസ്സാണല്ലോ, എവിടെ അയാൾ? എന്താ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണോ എന്ന് ചോദിക്കുന്നു. നയനയാണെങ്കിൽ പറഞ്ഞ പോലെ മോളെ എവിടെ കാണുന്നില്ലല്ലോ, മോളെ എവിടെ മുത്തശ്ശി എന്ന് ചോദിക്കുമ്പോൾ അവൾ മുകളിലാണെന്ന് മുത്തശ്ശി പറയുന്നു. മോളോ? ഏത് മോളെ എന്ന് കനക ചോദിക്കുകയാണ്. ഒരു മോൾ എവിടെയുണ്ട്, ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് നയന മുകളിലേക്ക് പോകുന്നു. നയനയുടെ അച്ഛനാണെങ്കിലും ഒന്നും മനസ്സിലാവുന്നില്ല. ഏത് മോളുടെ കാര്യമാണ് നിങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കുന്നു. മനസ്സിലാകേണ്ടത് ഇനി എല്ലാവർക്കും മനസ്സിലാകുമെന്ന് ജലജ പറയുന്നു. മൂർത്തി സാറ് ജലജയെ വഴക്ക് പറയുന്നുണ്ട്. നവ്യമോളുടെ അച്ഛനും അമ്മയും നല്ലൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ആ സമയത്ത് നീ നിന്റെ വായ അടക്കി വെച്ചേ പറ്റുള്ളൂ. കനക പറയാണ് ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്ന് വെച്ചാൽ ജലജ വീട്ടിൽ വരുമ്പോഴേക്ക് ഒരുമാതിരി കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള വർത്തമാനമായിരുന്നു. എല്ലാവരും എന്തെല്ലാമോ മറക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. മുത്തശ്ശി പറയുന്നു എന്തായാലും മോള് വരട്ടെ കനകെ, എന്നിട്ട് നടന്ന എന്താണെന്ന് വിശദമായിട്ട് പറയാം. നയന അങ്ങനെ ചന്തുമോളുടെ അടുത്തേക്ക് വരുന്നു. മോളെ കൊണ്ട് ആരാണ് ഈ മുറിയിൽ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശിയാണ് ഇവിടെ ഇരിക്കാൻ പറഞ്ഞതെന്ന് ചന്തുമോൾ പറയാണ്. അങ്ങനെ മോൾ ഒളിച്ചിരിക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്ന് പറയുന്നു. ആരെങ്കിലും എന്നെ വഴക്ക് പറയുമോ നയനാമ്മ എന്ന് ചോദിക്കുമ്പോൾ ആരും മോളെ വഴക്ക് പറയില്ല. അങ്ങനെ ആരെങ്കിലും പറയുകയാണെങ്കിൽ നയനാമ്മ നോക്കിക്കോളാം. ഇന്നും ഏതിനും നയനാമ്മ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചന്തുമോളെ താഴേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ചന്തുമോളെയും കൊണ്ട് നയന താഴേക്ക് എത്തുന്ന സമയത്ത് അവൾ ചന്തുമോളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നു സ്വന്തം അച്ഛനും അമ്മയ്ക്കും. മുത്തശ്ശനാണ് ചന്തുമോളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്. ഇപ്പോൾ ചന്തുമോളെ ഞാൻ മകളെ പോലെയാണ് കാണുന്നതെന്ന് പറയുമ്പോൾ അതിനെന്തിനാ മോളെ കുട്ടിയെ മറച്ചു വെച്ചത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ജാനകി പറയാണ് അതിനൊരു കാരണമുണ്ട്, ആദർശിൻ്റെ കുട്ടിയാണിത്. ഇത് കേട്ട് കനകയും ഗോവിന്ദനും ഷോക്കായി പോവുകയാണ്. എന്തൊക്കെയായി കേൾക്കുന്നതെന്ന് കനക ചോദിക്കുമ്പോൾ നയന അമ്മയെ തന്നെ ചിരിച്ചിട്ട് പോയി സംസാരിക്കുന്നു. ഗോവിന്ദനോട് മുത്തശ്ശൻ പറയുന്നുണ്ട് ചന്തുമോളുടെ അമ്മ മരിച്ചെന്ന് കരുതിയിട്ടാണ് അവരുടെ വീട്ടിലേക്ക് പോയത്. അപ്പോഴാണ് അവരുടെ ബന്ധുക്കൾ പറഞ്ഞറിഞ്ഞത് ആദർശ് മോനാണ് ചന്തുമോളുടെ അച്ഛനെന്ന്. ഇപ്പം നിലവിൽ ചന്തുമോളുടെ അമ്മ മരിച്ചിട്ടില്ല, അവരിപ്പോൾ കോമ സ്റ്റേജിലാണ്. അങ്ങനെ മോൻ്റെ പേരിലുണ്ടായ ആ ഒരു ആരോപണത്തിൻ്റെ പേരിൽ മാത്രം ഞാൻ ഈ കുഞ്ഞിനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരില്ലായിരുന്നു. ഞങ്ങൾ തിരികെ പോകാൻ നേരം ഈ കുഞ്ഞ് ഓടി വന്ന് ആദർശിനെ കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു. അതുകൊണ്ട് ഈ കുഞ്ഞിനെ അവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് വരാൻ തോന്നിയില്ല. ഗോവിന്ദനെ വല്ലാതായിട്ട് അവിടെ ഇരുന്ന് പോവാണ്. അപ്പോൾ നവ്യ ഓടി വന്നിട്ട് അച്ഛാ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ മോൾക്ക് ഒരു കാര്യം അറിയാമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതെ എനിക്ക് അറിയാമായിരുന്നു എന്ന് നവ്യ സമ്മതിക്കുന്നു. അബി ഇടയ്ക്ക് വന്നപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു, പിന്നെ അമ്മയും അച്ഛനെയും വിഷമിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ അത് പറയാത്തത്. ഗോവിന്ദനാണെങ്കിൽ മകളുടെ കൈ പിടിച്ച് ഒരുപാട് കരയുന്നുണ്ട്. ഇവിടെ നയനയാണെങ്കിൽ അമ്മ കനകയോട് വന്ന സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നു.
അമ്മ ആദർശേട്ടന് അബദ്ധമൊന്നും പറ്റിയിട്ടില്ല എന്നെനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. പക്ഷേ എങ്കിലും ആദർശേട്ടൻ്റെ മകളാണ് ചന്തമോൾ എന്നാണ് ചന്തമോളുടെ അമ്മയുടെ വീട്ടുകാർ പറയുന്നത്. കുടുംബത്തിൻ്റെ മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇതൊരു വാർത്തയാവാതിരിക്കാനാണ് ഇങ്ങനൊരു തീരുമാനം. ആദർശ് എന്താ പറയുന്നത് മോളെ എന്ന് ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട് ആദർശേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. കനക പറയുന്നു കുറച്ച് ദിവസമായിട്ട് എനിക്കും ഗോവിന്ദേട്ടനും ഒരുപാട് എന്തൊക്കെയോ സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സംശയങ്ങളൊക്കെ മാറി. ഇതെല്ലാം കേട്ടുകൊണ്ട് ജലജ അവിടേക്ക് വരികയാണ്. അവർ പറയുന്നത് ഇനിയിപ്പോൾ ഭർത്താവിനെ ന്യായീകരിക്കുകയൊന്നും വേണ്ട. ആദർശ് തന്നെ സമ്മതിച്ചല്ലോ ചന്തമോൾ അവൻ്റെ കുഞ്ഞാണെന്ന്. പിന്നെ ഇവളാണെങ്കിൽ ഈ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായിട്ട് ഏറ്റെടുക്കുകയും ചെയ്തു. അഭി കനകയോട് പറയുന്നു അമ്മ ആദർശേട്ടന് ഒരു അബദ്ധം പറ്റിയതാണ്. ഇതിനി കൂടുതൽ പരസ്യപ്പെടുത്താതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഈ വീട്ടിൽ ഇങ്ങനൊരു കുഞ്ഞുള്ള കാര്യം പുറത്ത് ആർക്കും തന്നെ അറിയില്ല. ഇനി നമ്മളായിട്ട് ഇത് പുറത്ത് പറഞ്ഞ് സ്വയം നാണകെടേണ്ട ആവശ്യമില്ലല്ലോ. വീട്ടിൽ ഇതുപോലൊരു ചടങ്ങ് നടക്കുന്ന സമയത്ത് ആദർശേട്ടൻ ഇവിടെ ഉണ്ടാവണമായിരുന്നു. ചടങ്ങ് നടക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും ഇവിടേക്ക് വരും. ഈ സത്യങ്ങളെല്ലാം അച്ഛനും അമ്മയും അറിയും. നാണം കിടണ്ട എന്ന് കരുതി മനഃപൂർവ്വം ഏട്ടൻ മാറി നിൽക്കായിരിക്കും അല്ല ഏട്ടത്തി എന്ന് എല്ലാ തെറ്റും ചെയ്തിട്ട് ഒരു കുറ്റവും ചെയ്യാത്ത പോലെ അവൻ നയനയോട് ചോദിക്കുന്നു. അങ്ങനെയൊന്നുമില്ല, ചേട്ടൻ അങ്ങനെ പേടിച്ചിട്ടൊന്നും മാറി നിൽക്കുകയല്ല. അതിൻ്റെ ആവശ്യം ചേട്ടനില്ല. ചേട്ടൻ ആ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ജലജ പറയുന്നു നീ അങ്ങനെ അവനെ വെള്ളഭൂഷാനൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ എനിക്ക് അതിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ സംസാരിക്കാനുമില്ല. ഇവൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാം ചന്തമോളെ ഏറ്റെടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് കനകയും ഗോവിന്ദനും അതിനെ ചോദ്യം ചെയ്യാനൊന്നും നിൽക്കണ്ട. അബീബ് കനകയോട് പറയുന്നു അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ഇവിടെ 19 കുട്ടികളെ നോക്കാനുള്ള ആസ്തിയെല്ലാം മൂർത്തി മുത്തശ്ശനുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയും മുത്തശ്ശനെ ഏറ്റെടുത്ത പോലെ ആ ഒരു കുഞ്ഞിനെയും ഏറ്റെടുത്തു. അങ്ങനെ കരുതിയാൽ മതി, അല്ലാതെ ഒന്നും അമ്മ വിചാരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോവാണ്. കനകയാണെങ്കിൽ നല്ലോണം കരയുന്നുണ്ട്. നയനയുടെ കൈ പിടിച്ച് മോളെ നിനക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ എന്ന് ചോദിക്കുന്നു. നയന പറയുന്നുണ്ട് ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്ത് കാണില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അമ്മ പിന്നെ എന്തിനാ ഇങ്ങനെയെല്ലാം പറയുന്നത്? അപ്പോൾ കനക പറയുന്നു എനിക്കറിയാം ഈ കുടുംബം തകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മോൾ ഇങ്ങനെയെല്ലാം പറയുന്നത്. അബിയാണ് ഇങ്ങനെയെല്ലാം ചെയ്തതെങ്കിൽ ഞങ്ങൾക്ക് ഒരു അത്ഭുതവും തോന്നില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ലല്ലോ മോളെ കാര്യം. ആദർശനെ ഞങ്ങൾ ഇങ്ങനെയല്ല കരുതിയത് എന്ന് പറഞ്ഞ് കനക കരയാണ്. ഗോവിന്ദൻ അവിടെ പുറത്തേക്ക് വരുന്ന സമയത്ത് നയനയും കനകയും ആളുടെ അടുത്തേക്ക് പോകുന്നു. അപ്പോൾ ഗോവിന്ദൻ ചോദിക്കുകയാണ് എന്താ മോളെ ഞാൻ കേട്ടത് എന്ന് ചോദിക്കുമ്പോൾ അമ്മയോട് പറഞ്ഞത് തന്നെയാണ് എനിക്ക് അച്ഛനോടും പറയാനുള്ളത്. ഈ സമയത്ത് നമ്മൾ ആദർശേട്ടൻ്റെ കൂടെ നിൽക്കുകയാണ് വേണ്ടത്. ആദർശേട്ടൻ എന്തെങ്കിലും ചതി പറ്റിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെ ചതി പറ്റിയതാണെങ്കിൽ അത് തെനീച്ചോടെ എന്ന് ഗോവിന്ദൻ ചോദിക്കുന്നു. മുത്തശ്ശനും മുത്തശ്ശിക്കും ചന്തമോളെ ജീവനാണ്, എനിക്കും അങ്ങനെ തന്നെയാണ്. ഇനിയൊരു പക്ഷെ ആദർശേട്ടൻ തെറ്റുകാരനല്ലെങ്കിൽ കൂടിയും ചന്തമോളെ ഞങ്ങൾ വിട്ടുകളയാൻ തയ്യാറല്ല അച്ഛ അമ്മ എന്ന് പറയുന്നു. ഇങ്ങനൊരു സാഹചര്യത്തിൽ ആദർശേട്ടനെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പാടില്ല. വസുന്ധര മുത്തശ്ശി അവിടേക്ക് കടന്നു വരികയാണ്. ഗോവിന്ദനോട് പറയുന്നു നിങ്ങൾക്ക് വിചാരിക്കുന്നത് പോലെ ആദർശ് മോൻ ഒരു തെറ്റും ചെയ്ത് കാണില്ല. അതുകൊണ്ട് തന്നെയാണ് ചന്തമോളെ മുത്തശ്ശൻ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. പിന്നെ ചന്തമോള് വന്നതിൽ പിന്നെ ഇവിടെയെല്ലാം നല്ല മാറ്റമുണ്ട്. ഞങ്ങൾക്കെല്ലാം മിണ്ടാനും പറയാനുമൊക്കെ ഒരാളായി. ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞതിൽ പിന്നെ നയനമോള് ആദർശിനെ സപ്പോർട്ടീവായിട്ട് അവൻ്റെ കൂടെ തന്നെയുണ്ട്. ഗോവിന്ദൻ പറയുന്നു മോൾ എപ്പോഴും കുടുംബത്തിന് ദോഷം വരുന്ന ഒരു കാര്യവും ചെയ്യില്ല. മുത്തശ്ശി പറയുന്നു സാധാരണ പെൺകുട്ടികളെല്ലാം ഇതുപോലൊരു കാര്യം അറിഞ്ഞു കഴിയുമ്പോൾ അവർ പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യാറ്. പക്ഷെ മോൾ അങ്ങനെ ചെയ്തില്ല. കാരണം ആദർശിനെ അത്രത്തോളം വിശ്വസിക്കുന്നുണ്ട് അവൾ. നയന പറയുന്നു അതെ അച്ഛ, അതാണ് സത്യം. പിന്നെ സത്യം പുറത്തു വരുന്നത് വരെ ആദർശേട്ടനെ അച്ഛനും അമ്മയും ഒരു കുറ്റവാളിയെ പോലെ കാണരുത്. അപ്പോഴാണ് അവിടേക്ക് ഒരു കാറ് വരുന്നത്. അതിലുണ്ടായിരുന്നത് ആദർശാണ്. ആദർശ് വന്നതും നയന പറയുന്നുണ്ട് അച്ഛനും അമ്മയും ഇപ്പോഴാണ് എല്ലാ സത്യങ്ങളും അറിഞ്ഞത്. ചന്തമോളുടെ കാര്യവും അവരറിഞ്ഞു എന്ന് പറയുന്നു. നയനവ എനിക്ക് നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് നയനയും കൂട്ടിക്കൊണ്ട് ആദർശ് മുകളിലേക്ക് പോകുകയാണ്. പക്ഷെ പോകുന്നതിന് മുന്നേ അഭി ഒരു നോട്ടം നോക്കിയിട്ടാണ് പോകുന്നത്. നവ്യ ചോദിക്കുന്നുണ്ട് നിന്നെ എന്തിനാണ് അയാൾ അങ്ങനെ നോക്കിയെന്ന്. അഭി പറയുന്നു എനിക്കറിയില്ല, എന്താണാവോ എന്തോ. ആദർശിന് സത്യങ്ങളെല്ലാം അറിഞ്ഞു എന്നുള്ള രീതിയിലാണ് ഇപ്പൊ അഭിയുടെ നിൽപ്പ്. മൂർത്തി മുത്തശ്ശനെ കാണാൻ വേണ്ടിയിട്ടാണ് നയനയും കൂട്ടിക്കൊണ്ട് ആദർശ് പോയത്. മുത്തശ്ശനെ കണ്ടിട്ട് പറയുന്നുണ്ട് മുത്തശ്ശ ഞാൻ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. ഞാൻ കിരണിനെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. DNA ടെസ്റ്റിൻ്റെ ഫലം വന്നിരിക്കുകയാണ്. ഞാനല്ല ചന്തമോളുടെ അച്ഛൻ എന്ന് പറയാണ്. അതവർക്ക് അറിയാവുന്ന കാര്യമായതുകൊണ്ട് അവർക്ക് അതിശയമൊന്നും തന്നെ തോന്നുന്നില്ല. പക്ഷെ ചന്തമോളുടെ അച്ഛൻ അഭിയാണെന്ന് പറയാണ്. നയനയാണെങ്കിൽ ഒന്ന് ഷോക്കാവുന്നുണ്ട്. പക്ഷെ മുത്തശ്ശന് ഒരു നെട്ടലും തോന്നുന്നില്ല. ആൾക്കറിയാം അഭി തന്നെയാണ് ആ കുട്ടിയുടെ അച്ഛൻ എന്ന കാര്യം. അതിപ്പോൾ കൺഫേം ആയിരിക്കുന്നു. ജലജ ഞാൻ ഏറ്റെടുത്ത് വളർത്തിയതാണെങ്കിലും അവനും എൻ്റെ കൊച്ചുമോൻ തന്നെയാണ്. അതുകൊണ്ട് അവനീ ചെയ്ത കാര്യം നമ്മുടെ കുടുംബത്തെ ബാധിക്കും. അനഘയെ ക്രൂരമായിട്ട് ചതിച്ചതാണ് അബി. അവളെ വഞ്ചിച്ചതിന് ശേഷം അവൾ മരിക്കുന്ന ഒരു സ്റ്റേജ് എത്തിയപ്പോൾ മകളുടെ ഉത്തരവാദിത്തം അബിക്ക് ആകുമെന്ന് തോന്നിയ സമയത്ത് അവൻ നാടകം കളിച്ച് ആ കുട്ടിയുടെ അച്ഛൻ അത് ആദർശാണെന്ന് അവിടെയുള്ളവരെ കൊണ്ട് പറയിപ്പിച്ചു.
അവനെ നാടകം കളിച്ചില്ലായിരുന്നുവെങ്കിൽ ചന്തുമോൾ ഇന്ന് ജീവനോടെ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. വേറൊന്നും ചെയ്യാൻ കഴിയാതെ ആ കുഞ്ഞിനെ അവൻ കൊന്നു കളഞ്ഞിട്ടുണ്ടാവും. ആദർശ് പറയുന്നത് മുത്തശ്ശ എല്ലാവരും ചന്തുമോളുടെ അച്ഛനെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് തന്നെയാണ്. ഈ ഒരു DNA ടെസ്റ്റിന്റെ റിസൾട്ട് ഞാൻ എല്ലാവരെയും കാണിക്കാൻ പോവാണ്. അവൻ കുറ്റവാളിയാണെന്നുള്ള കാര്യം എല്ലാവരും അറിയണമെന്ന് പറയുന്നു. അപ്പം നമ്മുടെ നയനയാണെങ്കിൽ ആദർശേട്ടാ അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ നവ്യ ചേച്ചി ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന അവസ്ഥയായിരിക്കും. ഒരുപാട് സ്വപ്നങ്ങളോട് കൂടിയിട്ടാണ് മോനുമൊപ്പം ഇവിടേക്ക് വന്നത്. അച്ഛനും അമ്മയും വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു സമയത്ത് അഭിയാണ് ആ കുട്ടിയുടെ അച്ഛനെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ചേച്ചിക്കത് താങ്ങാനാവുന്നതിനും അപ്പുറമാണ്. അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഇപ്പൊ ചേച്ചി തിരിച്ചു പോയിന്ന് വരാം. നമ്മൾ അതുകൂടി ആലോചിക്കണമെന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നു നമുക്ക് നന്മ ചെയ്യാം, പക്ഷെ എത്രത്തോളം അത് ചെയ്യാൻ സാധിക്കും? ഇതിന്റെ പേരിൽ എന്നെ അവൻ കുറ്റപ്പെടുത്താൻ വരെ നോക്കുന്നു. തെറ്റ് മൊത്തം അവൻ്റെതാണെങ്കിലും ഇതെന്തായാലും പറഞ്ഞേ ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞ ആള് പോകാൻ വേണ്ടി നോക്കുന്ന സമയത്ത് നയന തടഞ്ഞു നിർത്തുന്നുണ്ട്. മുത്തശ്ശനാണെങ്കിൽ പെട്ടെന്ന് നെഞ്ചുവേദന വരുന്നു. അപ്പൊ രണ്ടുപേരും മുത്തശ്ശൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ടിപ്പം നമ്മുടെ ആദർശിനോട് മുത്തശ്ശൻ പറയാണ്, മോന് നീ ഒരു കാര്യം പുറത്ത് പറയുകയാണെങ്കിൽ അവൻ ചിലപ്പോൾ ചന്തുമോളെ കൊല്ലാൻ വരെ ശ്രമിച്ചേക്കാം. അതുകൊണ്ട് നീ ഇപ്പം ഇത് പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നു. നയനയും അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആദർശേട്ടൻ്റെ നിരപരാധിത്വം ഞങ്ങൾക്ക് ബോധ്യമായില്ലേ, അത് പോരെ ആദർശേട്ടന്. മുത്തശ്ശനും പറയുന്നു അതെ അതാണ് ശരി, മറ്റേ നിവൃത്തിയൊന്നും ഇല്ലാതെ വരുമ്പോൾ നമുക്ക് സത്യങ്ങൾ തുറന്നു പറയാം. ഒടുവിൽ ആദർശം അതിന് സമ്മതിക്കുന്നു. താൻ ഈ സത്യങ്ങൾ ഇപ്പോൾ പുറത്ത് പറയുന്നില്ല എന്ന് തന്നെ പറയുന്നു. മുത്തശ്ശനിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകണോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട, ആവശ്യമുണ്ടെങ്കിൽ ഇവിടേക്ക് ഡോക്ടറെ വരുത്തിപ്പിക്കാമെന്ന് പറയുന്നു. ഇപ്പോൾ ആദർശം നയനയും കൂടി താഴേക്ക് വരികയാണ്. അപ്പോൾ ജലജ ചോദിക്കുന്നുണ്ട്, ഇതുപോലെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ ഒളിച്ചോടിയത് ഒട്ടും ശരിയായില്ല ആദർശം എന്ന് പറയുന്നു. ഞാൻ എവിടേക്കും ഒളിച്ചോടിയിട്ടൊന്നുമില്ല, ഞാൻ കുറച്ചു നേരം മാറി നിന്നു, അത്രേ ഉള്ളൂ എന്ന് പറയുന്നു. നീ ഒളിച്ചോടിയത് തന്നെയാണ്, നിനക്ക് എല്ലാവരും ഫേസ് ചെയ്യാൻ നാണക്കേടാണല്ലോ എന്ന് പറയുന്ന സമയത്ത് ആദർശം പറയുന്നു ആരെന്ത് വേണമെങ്കിലും പറയട്ടെ, പക്ഷെ നയനയ്ക്ക് മുത്തശ്ശനും എന്നെ വിശ്വാസമാണ്, എനിക്ക് അത് മതി. ഗോവിന്ദനാണെങ്കിൽ ഇപ്പോൾ ആദർശിനെ വിളിച്ച് പുറത്തേക്ക് പോകുന്നു. അവനോട് ചോദിക്കുന്നുണ്ട്, മോനെ കേൾക്കുന്നതൊക്കെ അത് ശരിയാണോ? വിവാഹത്തിന് മുന്നേ തന്നെ കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ മോനെ മറ്റൊരു വിവാഹം കഴിച്ചത്? ആദർശ് പറയുന്നു, അച്ഛാ എനിക്കിതിനെ എന്ത് റിപ്ലൈ തരണമെന്ന് എനിക്കറിയുന്നില്ല. ആദർശിനെ പോലെയുള്ള നല്ല കുട്ടിയുടെ ഭാഗത്ത് നിന്നും ഇങ്ങനൊരു തെറ്റ് വരേണ്ടതല്ല എന്ന് ഗോവിന്ദൻ പറയുമ്പോൾ അവിടേക്ക് നയന വന്നിരിക്കുകയാണ്. നയന പറയുന്നുണ്ട്, അച്ഛാ ആദർശേട്ടനെ കുറ്റപ്പെടുത്തരുത്, ആദർശേട്ടൻ്റെ മേലെ ഒരു കുറ്റവുമില്ല, ഞാൻ പോലും അദ്ദേഹത്തെ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതാണ് എനിക്കും അറിയാത്തത്, മോൾ എങ്ങനെയാണ് ഇതൊക്കെ സഹിക്കുന്നത്? നയന പറയുന്നു, ആദർശേട്ടൻ ഈ ഒരു കാര്യം ആദ്യം വന്ന് പറയുന്നത് എന്നോടാണ്, തനിക്കൊരു തെറ്റ് പറ്റിപ്പോയെന്ന് പുള്ളി ആദ്യം വന്ന് എന്നോട് പറയുകയായിരുന്നു. ഇത് പറയുമ്പോൾ ആദർശ നയനയെ നോക്കുന്നുണ്ട്. ഒരാൾ കുറ്റസമ്മതം നടത്തിയ പിന്നെ ആൾക്ക് ക്ഷമ കൊടുക്കണ്ടേ അച്ഛാ എന്ന് നയന ചോദിക്കുന്നു അച്ഛനെ കൊണ്ട്. ഗോവിന്ദൻ പറയുന്ന മോളെ നിനക്ക് മാത്രമേ ഇതൊക്കെ സഹിക്കാൻ പറ്റുള്ളൂ, മറ്റേത് പെൺകുട്ടികളാണെങ്കിലും ഈ വിവരം അറിഞ്ഞ നിമിഷം തന്നെ ഈ വീടിൻ്റെ പടി ഇറങ്ങിപ്പോയേനെ. നയന പറയുന്നു, ചന്തുമോളുടെ കാര്യം പറഞ്ഞ ആദർശേട്ടനെ ഒരിക്കലും വേദനിപ്പിക്കരുത്. ചന്തുമോൾ ഇവിടേക്ക് വന്ന അന്ന് മുതൽ ഞാൻ അവളെ സ്നേഹിക്കാൻ തുടങ്ങിയതാണ്. അവളെന്നെ വിളിക്കുന്നത് നയനാമ്മ എന്നാണ്. അവളിനി ഞങ്ങളുടെ മോളായിട്ട് ഇവിടെ തന്നെ വളരും. ഞങ്ങൾ ഒത്തിരി സന്തോഷത്തോടു കൂടി ഈ ഫംഗ്ഷന് വേണ്ടി ഇവിടേക്ക് വന്നതാണ്. എന്തോ സംഭവിച്ചു കാണുമെന്നത് ഉറപ്പായിരുന്നു, പക്ഷെ ആദർശ് മോൻ്റെ ഭാഗത്തു നിന്നും ഇത്രയും വലിയൊരു തെറ്റുപറ്റി കാണുമെന്ന് ഒരിക്കലും കരുതിയില്ല. പക്ഷെ ഇത് വലിയൊരു ചതിയായിപ്പോയി എന്ന് പറഞ്ഞ് കണ്ണു തുടച്ചുകൊണ്ട് ഗോവിന്ദൻ അകത്തേക്ക് പോകുന്നു. ആദർശ് ഇപ്പം നയനയോട് പറയുന്നത്, ഒരു കുറ്റവും ചെയ്യാതെ ഒരു കുറ്റവാളിയെ പോലെ എനിക്ക് നിൽക്കേണ്ടി വരികയാണ്, അതാണ് ഞാൻ ഈ സത്യങ്ങളെല്ലാം എന്നോടും തുറന്ന് പറയാമെന്ന് വിചാരിച്ചത് എന്ന് പറയുന്ന സമയത്ത് വേണ്ട എന്ന് പറയുന്നു. നിൻ്റെ അച്ഛനോടും അമ്മയോടെങ്കിലും പറയാമെന്ന് പറയുമ്പോൾ അതും വേണ്ട, മുത്തശ്ശൻ പറഞ്ഞത് ഏട്ടൻ കേട്ടതല്ലേ. ചന്തുമോളും ഇല്ലെങ്കിൽ തന്നെ പേടിച്ചിരിക്കുകയാണ്, ഇത് ആ കുഞ്ഞിനെയും ബാധിക്കും. ആരോടും ഒരു സ്നേഹവും ഒന്നുമില്ലാത്ത ആബി ചന്തുമോളെ ഈ ഒരു വിവരം അറിഞ്ഞു കഴിയുമ്പോൾ കൊല്ലാൻ പോലും മടിക്കില്ല, അതുകൊണ്ട് ഇതിപ്പോൾ ആരും അറിയാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് നയൻ അവിടെ നിന്നും പോകുന്നു. ഇപ്പോൾ മൂർത്തി മുത്തശ്ശിനെ കാണാൻ വേണ്ടിയിട്ട് വസുന്ധര മുത്തശ്ശി വരികയാണ്. ഇന്ന് നയനമോളുടെ അച്ഛനും അമ്മയും ഒരുപാട് സങ്കടപ്പെട്ടു, അവരോട് എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് എനിക്ക് അറിയുന്നില്ല എന്ന് മുത്തശ്ശി പറയുന്ന സമയത്ത് എന്നാൽ അവരോട് സത്യങ്ങൾ തുറന്ന് പറയാം. DNA ടെസ്റ്റിൽ അമ്മയാണ് കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് തെളിഞ്ഞിരിക്കുകയാണെന്ന് പറയുന്നു. എന്താ നിങ്ങൾ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അതെ, കിരൺ വഴി DNA ടെസ്റ്റ് ആദർശം നടത്തി, അതിൻ്റെ റിസൾട്ട് വാങ്ങാനായിരുന്നു ഇന്ന് പോയത്, അതിൽ കുഞ്ഞ് അബിയുടേതാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അത് കേട്ട് മുത്തശ്ശി ഷോക്കാവുന്നു. ഷോക്കാവേണ്ട ആവശ്യമില്ല, കാരണം ഇത് നമ്മൾ നേരത്തെ തന്നെ പ്രെഡിക്റ്റ് ചെയ്തതാണല്ലോ. എല്ലാ തെറ്റും ചെയ്തിട്ട് ഒരു തെറ്റും ചെയ്യാത്തവനെ പോലെ അവനവിടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കിതെല്ലാവരോടും ഇപ്പം തന്നെ തുറന്ന് പറയാമെന്ന് മുത്തശ്ശി പറയാണ്. പക്ഷെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ
നവ്യ അവിടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ തിരിച്ചു പോവും. പിന്നീട് അഭിയെയും ജലജയും ഈ ഒരു വീട്ടിൽ നിന്നും പറഞ്ഞയക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ആദർശിൻ്റെ മേലെ ഈ ഒരു പഴി കെട്ടി വയ്ക്കുകയാണെങ്കിൽ എല്ലാവരും ആദർശിനെയല്ലേ പഴിക്കത്തുള്ളൂ എന്ന്. മുത്തശ്ശി പറയുന്നുണ്ട്, അവൻ ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ എല്ലാവരോടും ഈ സത്യങ്ങൾ വിളിച്ചു പറയണമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് എൻ്റെ അടുത്തേക്ക് വന്നത്. പക്ഷെ എൻ്റെയും നയനമോളുടെ ഉപദേശം അവൻ കേൾക്കുകയായിരുന്നു. അതുകൊണ്ട് ചന്തുമോൾ അഭിയുടെ കുഞ്ഞാണെന്ന് അവൻ പറയില്ല. നയന ചന്തുമോൾക്ക് അമ്മയായതുപോലെ ആദർശ് അച്ഛനാവും. അവിടേക്ക് നയന വരുന്ന സമയം മൂർത്തി മുത്തശ്ശൻ നയനോട് ചോദിക്കുന്നുണ്ട്, മോൾ എന്ത് പണിയാണ് കാണിച്ചത്? എല്ലാം തുടക്കത്തിലെ ഗോവിന്ദനോടും കനകയോടും എന്നാണ് തുറന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അത് മനഃപൂർവ്വം പറഞ്ഞതാണ് മുത്തശ്ശ. അല്ലെങ്കിൽ അഭിയും അവൻ്റെ അമ്മയുമെല്ലാം ഇത് വെച്ച് നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്യും. നേരത്തെ ഞാൻ ആദർശേട്ടൻ്റെ കുഞ്ഞാണ് ചന്തുമോൾ എന്ന് പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്. അത് പറഞ്ഞ് മുന്നേ തന്നെ ആദർശേട്ടൻ്റെ കയ്യിൽ നിന്നും ചില്ലറ കാശൊന്നുമല്ല അഭി അടിച്ചു മാറ്റിയിരുന്നത്. അവൻ്റെ കർണത്ത് പൊട്ടിക്കേണ്ട സമയം കഴിഞ്ഞു എന്ന് മുത്തശ്ശി പറയുമ്പോൾ അങ്ങനെയല്ല, അവനെ കഴുത്ത് തിരിച്ച് കൊല്ലണം, അതിൻ്റെ സമയമാണ് കഴിഞ്ഞിരിക്കുന്നത്. പിന്നെ നവ്യയുടെ കാര്യം കൂടി നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് കാര്യങ്ങളെല്ലാം പക്വതയോടെ ഡീൽ ചെയ്താലേ മതിയാവൂ. ഗോവിന്ദനൊരു ഹാർട്ട് പേഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ സൂക്ഷിക്കണമെന്ന് മൂർത്തി സാർ പറയുന്നു. നയന പറയുന്നുണ്ട്, ആദർശേട്ടൻ്റെ കുഞ്ഞാണ് ചന്തുമോൾ എന്ന് അറിഞ്ഞാൽ അച്ഛൻ എത്ര വേദന ഉണ്ടാകുമോ അതിനേക്കാളും വേദനയായിരിക്കും ചിലപ്പോൾ അഭിയുടെ കുഞ്ഞാണ് ചന്തുമോൾ എന്നറിയുമ്പോൾ. ഇപ്പോൾ രണ്ടുപേരുമുള്ളത് അഭി ഇപ്പോൾ ചേച്ചിനെയും കുഞ്ഞിനെയും സ്നേഹിക്കുന്നു എന്ന സന്തോഷത്തിലാണ്. മൂർത്തി സാറ് പറയുന്നു, അഭി ഒരു ബ്രാഞ്ച് ഏൽപ്പിക്കാമെന്ന് പറഞ്ഞതാണ്, പക്ഷേ അതിനി ഉണ്ടാകില്ല. അവനെ ട്രസ്റ്റിൽ നിന്ന് തന്നെ പുറത്തേക്ക് ഇറക്കാനാണ് എൻ്റെ തീരുമാനം. പക്ഷെ അത് ഉടനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ആദർശം ഞാനും കൂടി ഒരു തീരുമാനം എടുക്കാനായിട്ട് പോവുകയാണ്. അനാഥ ബാല്യങ്ങളെയെല്ലാം സംരക്ഷിക്കാം, പക്ഷെ അവർക്ക് തിരിച്ച് നമ്മളോട് നന്ദി ഉണ്ടാവണം. പക്ഷെ ജലജ എന്ന് പറയുന്ന മകൾ നമുക്ക് എന്നും തന്നിട്ടുള്ളത് വേദനകൾ മാത്രമാണ്. അവളുടെ മകനും അങ്ങനെ തന്നെ. ഞാൻ നയനമോളുടെ അമ്മയോടും അച്ഛനോടും സംസാരിക്കാമെന്ന് പറയുമ്പോൾ അവർ തിരിച്ചു പോയി മുത്തശ്ശി എന്ന് പറയുന്നു. ഒന്നും കഴിക്കാതെയാണോ പോയത് എന്ന് മുത്തശ്ശി ചോദിക്കുന്ന സമയത്ത് ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ ആർക്കാ മുത്തശ്ശി കഴിക്കാൻ സാധിക്കുക? കരഞ്ഞുകൊണ്ടാണ് രണ്ടുപേരും പോയത്. പക്ഷെ ഞാൻ അവരെ ആശ്വസിപ്പിച്ചോളാം എന്ന് പറഞ്ഞ് നയന അവിടെ നിന്നും പോകുന്നു. മൂർത്തി സാറ് മുത്തശ്ശിയോട് പറയുന്നുണ്ട്, ആദർശ് ഭാഗത്തുനിന്ന് ഇത്തരമൊരു തെറ്റ് സംഭവിക്കുമെന്ന് അവരൊരിക്കലും കരുതിയിട്ടുണ്ടാവില്ല. ഞാനും താനും നയനമോളുമെല്ലാം ആദർശിനെ വിശ്വസിച്ച് കൂടെ നിന്നു. പക്ഷെ നമ്മുടെ അത്രയും പക്വത കനകയ്ക്കും ഗോവിന്ദനും ഉണ്ടാകണമെന്നില്ല. ഇവിടെയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. 2 എപ്പിസോഡിൻ്റെ എക്സ്പ്ലനേഷനാണ് കേട്ടത്. ഇനി അടുത്ത എക്സ്പ്ലനേഷനുമായിട്ട് കാണുന്നത് വരേക്കും ടാറ്റ ബൈ ബൈ.